നമസ്കാരം. ഈ ഓഗസ്റ്റ് മാസം മുതൽ ബാങ്ക് അക്കൗണ്ട് ഉടമകളെ സംബന്ധിച്ചും അതുപോലെ തന്നെ ബാങ്കിങ് ഇടപാടുകളെയൊക്കെ സംബന്ധിച്ചും പ്രധാനമായിട്ടും ബാധിക്കുന്ന ചില പ്രധാനപ്പെട്ട മാറ്റങ്ങൾ, ചില അറിയിപ്പുകൾ ഈ വീഡിയോ വഴി ഷെയർ ചെയ്യുകയാണ്. എല്ലാവരും തന്നെ നാഷണലൈസ്ഡ് ബാങ്ക് അക്കൗണ്ട് ഉടമകൾ, അതുപോലെ തന്നെ പ്രൈവറ്റ് ബാങ്ക് അക്കൗണ്ട് ഉടമകൾ, സഹകരണ ബാങ്ക് അക്കൗണ്ട് ഉടമകൾ എല്ലാവരും തന്നെ ഈ വാർത്ത പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കണം. പരമാവധി ആളുകളിലേക്ക് ഈ വാർത്ത നിങ്ങളൊന്ന് ഷെയർ ചെയ്യുവാനും പൂർണ്ണമായിട്ട് കാണാനും പ്രത്യേകം ശ്രദ്ധിക്കുക. അതിലൊന്നാമതായിട്ട് UPI ഇടപാടുകളിൽ, അതായത് ഗൂഗിൾ പേ, ഫോൺ പേ പോലുള്ള UPI ആപ്ലിക്കേഷനൊക്കെ ഉപയോഗിക്കുന്നവർ ശ്രദ്ധിക്കുക. UPI ഇടപാടുകളിൽ ബയോമെട്രിക് ഓതന്റിക്കേഷൻ അടക്കമുള്ള നൂതന മാറ്റങ്ങൾ വരുത്തുവാൻ സ്റ്റാർട്ടപ്പുകളെ സമീപിച്ചിരിക്കുകയാണ് ഇപ്പോൾ നാഷണൽ പേയ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. നിലവിൽ UPI ഇടപാടുകൾ നടത്തുന്നതിന് ഓരോ തവണയും 4 അല്ലെങ്കിൽ 6 അക്കമുള്ള പിൻ നമ്പറുകൾ നമ്മൾ ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതിന് പകരമായിട്ട് ആൻഡ്രോയിഡ് ഫോണുകളിൽ വിരലടയാളവും അതോടൊപ്പം തന്നെ ആപ്പിൾ ഫോണുകളിലൊക്കെ ഫേസ് ID-യും ഉപയോഗിക്കാനുള്ള സാധ്യതയാണ് ഇപ്പോൾ NPCI പരിശോധിക്കുന്നത്. പിൻ നമ്പർ, അതുപോലെ തന്നെ OTP, വൺ ടൈം പാസ്വേഡ് എന്നിവ ഉപയോഗിച്ചുള്ള ഇടപാടുകൾ നിർത്താനാണ് ആലോചിക്കുന്നത്. പിൻ നമ്പറോ അല്ലെങ്കിൽ OTPയോ ഇല്ലാതെ തന്നെ UPI ഇടപാടുകൾ നടത്താൻ കഴിയുമോ എന്ന് പരിശോധിക്കണമെന്ന് അടുത്തിടെ റിസർവ് ബാങ്ക് നിർദ്ദേശം നൽകിയിരുന്നു. ഡിജിറ്റൽ ഇടപാടുകളിലെ അഡീഷണൽ ഫാക്ടർ ഓതന്റിഫിക്കേഷന് ബദൽ സംവിധാനം കണ്ടെത്താനായിരുന്നു NPCIക്ക് ലഭിച്ച നിർദ്ദേശം. സാമ്പത്തികമായിട്ടുള്ള തട്ടിപ്പുകൾ തടയാനുള്ള ലക്ഷ്യത്തോടെയാണ് RBIയുടെ പുതിയ നീക്കം ഇപ്പോൾ വന്നിരിക്കുന്നത്. പുതിയ സ്മാർട്ട് ഫോണുകളിലെ അത്യാധുനിക ബയോമെട്രിക് സംവിധാനങ്ങൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഇടപാടുകളിലെ സുരക്ഷയും അതുപോലെ തന്നെ മികച്ച രീതിയിലുള്ള സേവനങ്ങളൊക്കെ ഉറപ്പാക്കാനാകുമെന്നും RBI ഇതിലൂടെ കരുതുന്നുണ്ട്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, നമ്മളെല്ലാവരും തന്നെ ബാങ്ക് വായ്പ എടുക്കുന്നവരാണ്. പല ബാങ്കുകളിൽ നിന്ന് വായ്പകൾ എടുക്കാറുണ്ട്. അപ്പോൾ വായ്പ പൂർണ്ണമായിട്ടും തിരിച്ചടയ്ക്കുകയോ അല്ലെങ്കിൽ തീർപ്പാക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ വായ്പ എടുത്ത ആ ആളുടെ വ്യക്തിയുടെ ഡോക്യുമെൻറ്റ്സ്, അതായത് ആധാരം ഉടനടി തിരിച്ചു നൽകണമെന്ന പ്രധാന നിർദ്ദേശമാണ് ഇപ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത്. ലോൺ അല്ലെങ്കിൽ വായ്പ എടുത്തയാൾ ആ വായ്പ തുക പൂർണ്ണമായിട്ടും തിരിച്ചടച്ചു കഴിഞ്ഞാൽ അടച്ചു തീർത്ത ദിവസം തൊട്ട് 30 ദിവസത്തിനകം തന്നെ ഈടായിട്ട് നൽകിയ മുഴുവൻ യഥാർത്ഥ രേഖകളും ആ ഉടമയ്ക്ക് തിരിച്ചു നൽകേണ്ടതായിട്ടുണ്ട്. ഇക്കാലയളവിൽ രജിസ്റ്റർ ചെയ്ത മറ്റ് ചാർജുകൾ എല്ലാം തന്നെ നീക്കം ചെയ്യാനും RBI ബാങ്കുകൾക്കും അതുപോലെ ധനകാര്യ സ്ഥാപനങ്ങൾക്കും ഇപ്പോൾ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈടായിട്ട് നൽകിയ ആധാരം പോലെയുള്ള രേഖകൾ സെറ്റിൽമെൻറ്റ് കഴിഞ്ഞ് 30 ദിവസത്തിനപ്പുറം തിരിച്ചു നൽകാതിരുന്നാൽ വൈകുന്ന ഓരോ ദിവസത്തിനും 5000 രൂപ നിരക്കിൽ വായ്പാക്കാരന് ബാങ്കുകൾ നഷ്ടപരിഹാരം നൽകണമെന്നും RBI ഇപ്പോൾ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. ഇപ്പോൾ ഇത്തരം കേസുകൾക്ക് RBIയുടെ പുതിയ നടപടിക്രമങ്ങളെല്ലാം തന്നെ ബാധകമായിട്ടുണ്ട്. വ്യക്തിഗത വായ്പകളൊക്കെ അടച്ചു തീർത്ത് കഴിഞ്ഞാലും ഈട് നൽകിയ രേഖകൾ തിരികെ ലഭിക്കുമ്പോൾ ബാങ്കുകൾ ഉൾപ്പെടെയുള്ള ചില വായ്പ നൽകുന്ന ധനകാര്യ സ്ഥാപനങ്ങൾക്ക് ഉപഭോക്താക്കൾക്ക് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുവെന്നും ഇത്തരത്തിലുള്ള പരാതികളൊക്കെ നിരവധിയായിട്ട് ഉയർന്നു വന്നിരുന്നു. അപ്പോൾ ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് RBIയുടെ പുതിയ നടപടി ഇപ്പോൾ വന്നിരിക്കുന്നത്. ചെറുകിട ധനകാര്യ ബാങ്കുകൾ, അതുപോലെ പ്രാദേശിക ഗ്രാമീണ ബാങ്കുകൾ, സഹകരണ ബാങ്കുകൾ, സംസ്ഥാന സഹകരണ ബാങ്കുകൾ, ജില്ലാ കേന്ദ്ര സഹകരണ ബാങ്കുകൾ, NBFCകൾ ഉൾപ്പെടെയുള്ള മുഴുവൻ വാണിജ്യ ധനകാര്യ സ്ഥാപനങ്ങൾ അതുപോലെ ബാങ്കുകൾക്കും ഈ ഒരു RBIയുടെ നിർദ്ദേശം ബാധകമായിരിക്കും. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് എന്ന് പറയുന്നത്, സാമ്പത്തിക ഇടപാടുകൾക്ക് പാൻ കാർഡ് നിർബന്ധമായിട്ടും ആവശ്യമായിട്ട് വരാറുണ്ട്. അതായത് നിക്ഷേപങ്ങൾ, വായ്പകൾ എന്നിവയെക്കുറിച്ചുള്ള വിവരങ്ങളൊക്കെ എളുപ്പത്തിൽ വീണ്ടെടുക്കുന്നതിനും അതോടൊപ്പം തന്നെ നികുതിദായരുടെ എല്ലാം മറ്റ് ബിസിനസ് പ്രവർത്തനങ്ങൾ എന്നിവയും ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ മനസ്സിലാക്കാനും വേണ്ടിയിട്ടാണ് സർക്കാർ ഈ ഒരു പെർമനന്റ് അക്കൗണ്ട് നമ്പർ അഥവാ PAN നിർമ്മിച്ചത്. നികുതി വെട്ടിപ്പ് തടയുക എന്ന ലക്ഷ്യവും ഇതിനോടൊപ്പം തന്നെ ഉണ്ടായിരുന്നു. പാൻ കാർഡും അതോടൊപ്പം തന്നെ ആധാർ കാർഡും ലിങ്ക് ചെയ്യാത്തവരുടെ പാൻ കാർഡ് പ്രവർത്തനരഹിതമാകുമെന്ന് നേരത്തെ തന്നെ ആദായ നികുതി വകുപ്പ് നിർദ്ദേശവും നൽകിയിരുന്നതാണ്. ഇപ്പോൾ നിരവധി ആളുകളുടെ ഇത്തരത്തിൽ പാൻ കാർഡ് പ്രവർത്തനരഹിതമായിട്ടുണ്ട്. അപ്പോൾ പാൻ കാർഡ് പ്രവർത്തനരഹിതമായി കഴിഞ്ഞാൽ സാമ്പത്തിക ഇടപാടുകളിൽ നിരവധി പ്രതിസന്ധികൾ നമുക്കുണ്ടാകും. പ്രധാനമായിട്ടും ഓഹരികൾ വാങ്ങാനോ വിൽക്കാനോ നമുക്ക് സാധിക്കില്ല. അതുപോലെ തന്നെ പാൻ കാർഡ് പ്രവർത്തനരഹിതമാകുന്നതോടെ ഒരു വ്യക്തിക്ക് ചെയ്യാൻ കഴിയാത്ത ചില സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകളുമുണ്ട്. എന്നാൽ ചില ഇടപാടുകളൊക്കെ നടത്തുവാനായിട്ട് സാധിക്കും. അത്തരം സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകൾക്ക് നമ്മൾ ഉയർന്ന നികുതി അഥവാ ടാക്സ് നൽകേണ്ടതായിട്ട് വരും. ഈ ഒരു നികുതി നിരക്ക് അതിന് ബാധകമാവുകയും ചെയ്യും. പാൻ കാർഡ് ആധാറുമായിട്ട് ബന്ധിപ്പിക്കുന്നതിനുള്ള സമയപരിധി നിരവധി തവണ കേന്ദ്ര സർക്കാർ നീട്ടി നൽകിയെങ്കിലും നിരവധി ആളുകളുടെ പാൻ കാർഡ് ആധാറുമായിട്ട് ലിങ്ക് ചെയ്യാത്തതിനാൽ തന്നെ ഇപ്പോൾ 1000 രൂപ പിഴ ഒടുക്കിക്കൊണ്ട് മാത്രമാണ് ആധാറും പാൻ കാർഡും തമ്മിൽ ബന്ധിപ്പിക്കാനുള്ള സംവിധാനം ഏർപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ പാൻ കാർഡ് ഉടമകളും നിങ്ങളുടെ ആധാറുമായിട്ട് പാൻ കാർഡ് ബന്ധിപ്പിക്കണം. പാൻ കാർഡ് പ്രവർത്തനരഹിതമായാൽ ആദായ നികുതി നിയമം അനുസരിച്ചുകൊണ്ട് നിയമ നടപടികൾ നേരിടേണ്ടതായിട്ട് വരും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പാൻ കാർഡ് എല്ലാവരും തന്നെ ആധാറുമായിട്ട് ബന്ധിപ്പിച്ചിട്ടുണ്ട് എന്ന് തീർച്ചയായിട്ടും ഉറപ്പുവരുത്തേണ്ടതാണ്. എല്ലാ ബാങ്ക് അക്കൗണ്ട് ഉടമകളും ഈ പ്രധാനപ്പെട്ട അറിയിപ്പുകളൊന്ന് മനസ്സിലാക്കിയിരിക്കുക. വാർത്ത പരമാവധി ആളുകളിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക. കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ അമർത്തുക.